ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 125 വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് വേണ്ടിയിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നവർക്ക് ഓയിൽ മാറ്റണം, ജനറൽ സർവീസ് ചെയ്യണം. പിന്നെ വണ്ടി സ്ലിപ്പിങ് പറയാനുണ്ട്. അതായത് വണ്ടി കൈ കൊടുത്ത് കഴിയുമ്പോൾ ബെൽറ്റ് സ്ലിപ്പ് ആവണമെന്നാണ് കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കിയപ്പോൾ അങ്ങനത്തെ കംപ്ലൈൻറ്റ് കിട്ടിയൊന്നുമില്ല. നമ്മൾ സർവീസിന് വേണ്ടി വണ്ടി കയറ്റിയിട്ടുണ്ട്. ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ കമ്പനി ലൈനർ കിടക്കണം. ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്, പുതിയ ലൈനറാണ്. അപ്പോൾ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ ബാക്ക് വീലൂടെ പിന്നെ ഷാഫ്റ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഗിയർ ഓയിൽ നമ്മൾ നോക്കുമ്പോൾ ലെവൽ കുറവുണ്ട്. അപ്പോൾ ഗിയറിൻ്റെ ഓയിൽ നമ്മൾ മാറണം കേട്ടോ. ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട്. ഹബിന് വേറെ പറയത്ത കംപ്ലൈൻ്റ് ഇല്ല. അപ്പോൾ പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ചെക്ക് ചെയ്ത്, എയർ ഫിൽറ്ററൊക്കെ പുതിയ ഫിൽറ്ററാണ്. ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. കമ്പനി ഫിൽറ്റർ തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററിനെ കിടക്കണം കേട്ടോ. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. ക്ലച്ചിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. നല്ല വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ക്ലച്ചിൽ വരുമ്പോഴത്തേക്കും ഈ സൈഡ് ഓയിൽ സീൽ ലീക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഗിയർ ഓയിൽ കുറയാനും കാരണം. അപ്പോൾ ആ ഓയിൽ സീൽ നമുക്കൊന്ന് മാറ്റിയിട്ട് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ക്ലച്ച് ഔട്ടർമേക്കൊക്കെ ഓയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങനത്തെ സ്ലിപ്പിങ് കാണിച്ചതായിരിക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം കേട്ടോ. എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു, വേറെ ലീക്കേജ് ഒന്നുമില്ല. ചോക്കിൻ്റെ കേബിൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ആക്സിലേറ്റർ കേബിളൊക്കെ നോക്കി, വേറെ പറയത്തൊക്കെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ എഞ്ചിൻ ഹെഡ് ലീക്കേജ് ഒന്നുമില്ല. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് വീൽ ബെയറിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. ബ്രേക്കിൻ്റെ കേസൊക്കെ ഓക്കെയാണ്. ബാറ്ററി 2023 മോഡൽ ബാറ്ററിയാണ് ഇരിക്കുന്നത്. ആംറോണിൻ്റെ ബാറ്ററിയാണ് വണ്ടിമേ ഇരിക്കുന്ന ബാറ്ററി കേട്ടോ. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 8.70 ആ റേഞ്ച് വരെ വരുന്നുണ്ട്. അല്പം വോൾട്ട് കുറവ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. മാക്സിമം ഉപയോഗിക്കുക. സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് കാണിച്ച് കഴിയുമ്പോൾ മാറ്റിക്കളയാം. നമുക്ക് ഈ പ്ലഗ് നമുക്കൊന്ന് മാറ്റിയിടണമല്ലോ. കാരണം അതിൻ്റെ പ്ലഗിൻ്റെ ഉള്ളിൽ ഈ വന്ന സ്ലീവ് ഒന്ന് ലൂസായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിക്കാനുള്ള സാധ്യത നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പ്ലഗ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. സെക്കൻഡറി ഫിൽറ്ററൊക്കെ പുതിയതാണ്, കുഴപ്പമൊന്നുമില്ല. ഈ പ്ലഗും വലിയ പഴക്കമുള്ളതല്ല. പക്ഷേ അതിൻ്റെ ഉള്ളിലത്തെ ഈ സാധനം കണ്ടോ, ഈ വൈറ്റ് കളറുള്ളത്, അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ലൂസായിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോന്നേക്കാം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് ഷോർട്ടേജ് കാണിച്ചിട്ട് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് വരും. അപ്പോൾ അതൊന്ന് മാറ്റി കളഞ്ഞേക്കാം അത്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടുള്ളൂ. എന്തായാലും നമുക്കൊരു 6 മണിക്ക് ആവും തീരുമ്പോഴത്തേക്ക് കേട്ടോ. ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ.